Welcome to my channel. ഞാനിന്ന് ചേന കൊണ്ടൊരു പായസമാണ് ഉണ്ടാക്കാൻ പോകുന്നത്. ഞാൻ ആദ്യമേ പറയുകയാണ്, പായസം വയ്ക്കാനായി ചേന എടുക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യങ്ങളുണ്ട്. ഒന്നാമത്തെ കാര്യം, ചേന കിളച്ച് ഒരാഴ്ച അല്ലെങ്കിൽ മാക്സിമം 2 ആഴ്ച അതിനകത്ത് ഉപയോഗിച്ചിരിക്കണം. എന്നാലേ അത് പായസത്തിന് നന്നായിട്ടിരിക്കൂ. രണ്ടാമത്തെ കാര്യം എന്താണെന്ന് പറഞ്ഞാൽ, ചില ചേന നല്ല ചൊറിച്ചിലുള്ളതായിരിക്കും. അങ്ങനെയാണെങ്കിൽ അതും എടുക്കാൻ പാടില്ല. പിന്നെ നന്നായിട്ട് വേവുന്ന ചേനയും ആയിരിക്കണം. ചേന പായസം വയ്ക്കാനായി എടുക്കുമ്പോൾ ഇത്രയും കാര്യങ്ങൾ ശ്രദ്ധിച്ചിരിക്കണം. അങ്ങനെയാണെങ്കിൽ ചേന പായസം അടിപൊളിയായി തന്നെ നല്ല ടേസ്റ്റിൽ നമുക്ക് തയ്യാറാക്കിയെടുക്കാൻ പറ്റും. ഞാനിവിടെ പായസം വയ്ക്കാനായി ചേന ഏകദേശം ഒരേ അളവിൽ കട്ട് ചെയ്ത് കഴുകി വൃത്തിയാക്കി എടുത്ത് വച്ചിട്ടുണ്ട്. ഇനി ഇതിനെ നന്നായിട്ട് വേവിച്ചെടുക്കണം. സാധാരണ ചേന വേവിക്കാൻ ഉപയോഗിക്കുന്ന വെള്ളത്തേക്കാൾ കൂടുതൽ വെള്ളം ഇപ്പോൾ ഒഴിച്ചു കൊടുക്കണം. എന്നാൽ ചേനയ്ക്കുള്ള ഒരു ചെറിയ കടുപ്പങ്ങ് മാറിക്കിട്ടു. ഇതിനെ ഇനി വേവിച്ചെടുത്തിട്ട് വരാം. ചേന ഇവിടെ നന്നായിട്ട് വെന്തിട്ടുണ്ട്. വെള്ളം വാർത്തെടുത്തതിന് ശേഷം വച്ചിരിക്കുന്നതാണ്. ഒരു കഷ്ണം എടുത്ത് കൈ കൊണ്ട് ഒന്ന് അമർത്തി നോക്കാം. ഇവിടെ ചേന വെന്ത് വെണ്ണ പോലെ ആയിട്ടുണ്ട്. ഇനി ഇതിനെ മിക്സിയുടെ ഒരു ജാറിൽ കുറച്ച് കഷ്ണങ്ങളായിട്ട് വെള്ളമൊഴിക്കാതെ നന്നായിട്ട് അരച്ചെടുക്കാം. ഞാനിവിടെ ചേന നല്ല പേസ്റ്റ് രൂപത്തിൽ തന്നെ അരച്ചെടുത്തിട്ടുണ്ട്. ഇനി ഞാനിവിടെ 1 കപ്പ് ചവ്വരിയാണ് എടുത്തിട്ടുള്ളത്. ഇത് പായസത്തിൽ ചേർക്കാനാണ്. ഇതിൽ കുറച്ച് വെള്ളമൊഴിച്ച് ജസ്റ്റ് ഒന്ന് തിളപ്പിച്ചെടുക്കുന്നതേ ഉള്ളൂ. പിന്നെ ഇത് പായസം വയ്ക്കുമ്പോൾ അതിൻ്റെ കൂടെ കിടന്ന് വെന്തുകൊള്ളും. ഇപ്പോൾ ഇത് നന്നായിട്ട് വേവിച്ചെടുത്താൽ പിന്നീട് ഇത് പായസത്തിലിടുമ്പോൾ വെന്ത് കലങ്ങിപ്പോകാനുള്ള സാധ്യത കൂടുതലാണ്. ഞാനിവിടെ ചവ്വരി ഒന്ന് തിളപ്പിച്ചതേ ഉള്ളൂ. അപ്പോൾ തന്നെ അതിൽ കുറച്ചൊക്കെ വെന്ത് പോയിട്ടുണ്ട്. പിന്നെ ഞാനിവിടെ എടുത്തിട്ടുള്ളത് 2 തേങ്ങയുടെ 1-ാം പാലും 2-ാം പാലുമാണ്. പിന്നെ കുറച്ച് ശർക്കരയാണ് എടുത്തിട്ടുള്ളത്. ഇത് നല്ല ശുദ്ധീകരിച്ച ശർക്കരയാണ്, പൊടിയോ മണ്ണോ ഒന്നും തന്നെയില്ല. പിന്നെ ഞാൻ ശർക്കരയുടെ അളവ് പറയുന്നില്ല, കാരണം ചേന അളന്നൊന്നും അല്ല ഞാൻ എടുത്തിട്ടുള്ളത്. ഏകദേശം നമുക്ക് ആവശ്യമായ മധുരത്തിനുള്ള ശർക്കര ഞാൻ എടുത്തിട്ടുണ്ട്. ഞാനിവിടെ ചുവട് കട്ടിയുള്ള ഒരു പാത്രം അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. അത് ചൂടാകുമ്പോൾ അതിലോട്ട് നമുക്ക് നെയ്യ് ഒഴിച്ചു കൊടുക്കാം. നെയ്യ് ചൂടായി വരുമ്പോൾ അതിലോട്ട് കുറച്ച് കാഷ്യൂ നട്ട്സ് ഇട്ട് കൊടുക്കാം. അത് കുറച്ച് കളറ് മാറി വരുമ്പോൾ ഉണക്കമുന്തിരി കൂടെ ഇട്ട് വറുത്ത് കോരിയെടുക്കാം. ഇനി ഈ നെയ്യിലോട്ട് ശർക്കര ഇട്ട് കൊടുത്ത് വഴറ്റിയെടുക്കാം. ഈ സമയം 2-ാം പാലിൽ ഒരല്പം കൂടെ ഇതിലൊഴിച്ചു കൊടുക്കാം. അപ്പോൾ ശർക്കര പെട്ടെന്ന് തന്നെ ഉരുകി നന്നായിട്ട് വഴണ്ട് വരികയും ചെയ്യും. ശർക്കര പൂർണ്ണമായും ഉരുകിയതിന് ശേഷം അല്പസമയം കൂടെ ഒന്ന് നന്നായിട്ട് വഴറ്റിയെടുക്കാം. അതുകഴിഞ്ഞ് ഞാൻ നേരത്തെ ഒന്ന് തിളപ്പിച്ച് മാറ്റി വെച്ചിരുന്ന ആ ചവ്വരി കൂടെ ഇതിലോട്ട് ഇട്ട് കൊടുത്ത് കുറച്ച് സമയം കൂടെ വീണ്ടും വഴറ്റിയെടുക്കണം. ഇവിടെ ചവ്വരി നേരത്തെ തിളപ്പിച്ച് വെച്ചിരുന്നതായതുകൊണ്ടാണ് കട്ട പിടിച്ചിരിക്കുന്നത്. ഈ കട്ടയൊക്കെ ഒന്ന് മാറ്റിയെടുക്കാം. നന്നായിട്ട് വഴറ്റിയെടുക്കുമ്പോൾ തന്നെ ആ കട്ടയൊക്കെ അങ്ങ് മാറിക്കിട്ടും. ഇപ്പോൾ ഈ ചവ്വരിയിലുണ്ടായിരുന്ന കട്ടയൊക്കെ മാറി നല്ല മുത്തുമണികൾ പോലെ കിടക്കുന്നുണ്ട്. ഇനി നമുക്ക് ഇതിലോട്ട് അരച്ച് വെച്ചിരുന്ന ചേന കൂടെ ഇട്ട് കൊടുത്ത് നന്നായിട്ട് വഴറ്റിയെടുക്കാം. ചേന ഇട്ട് കൊടുക്കുമ്പോൾ ശ്രദ്ധിച്ചില്ല എങ്കിൽ ശർക്കര ഉരുകിയത് കയ്യിൽ തെറിക്കാൻ സാധ്യതയുണ്ട്. ഇവിടെ ചേനയും നന്നായിട്ട് കട്ട പിടിച്ചിരിക്കുകയാണ്. ഈ കട്ടയൊക്കെ ഉടച്ച് നന്നായിട്ട് വഴറ്റി കൊടുക്കണം. ഇപ്പം ഞാനിവിടെ ഒരു 4 ഏലക്ക ചതച്ചത് കൂടെ ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇത് നന്നായിട്ട് വഴറ്റി ഒരു കുറിയ പരുവമാകുമ്പോൾ ഞാൻ 2-ാം പാൽ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്.
എന്നിട്ട് വീണ്ടും നന്നായിട്ട് ഇളക്കി കൊടുത്തുകൊണ്ടേയിരിക്കണം. അടിയിൽ കട്ട പിടിക്കാതെ ശ്രദ്ധിക്കണം. ഇനി ഇത് നന്നായിട്ട് തിളച്ച് ചെറുതായിട്ടൊന്ന് കുറുകി വരണം. ഇവിടെ ഇപ്പോൾ തിളച്ച് കുറുകി തുടങ്ങിയിട്ടുണ്ട്. ഇനി ഇതിലോട്ട് ഞാൻ 1 പാലാണ് ഒഴിച്ചു കൊടുക്കുന്നത്. വീണ്ടും നന്നായിട്ട് ഇളക്കി കൊടുക്കണം. 1 പാൽ ഒഴിച്ചു കഴിഞ്ഞാൽ പിന്നെ ഇത് നന്നായിട്ട് ചൂടാവാനേ പാടുള്ളൂ, തിളയ്ക്കാൻ പാടില്ല. വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ഒന്ന് മറക്കാതെ ലൈക്ക് ചെയ്യണേ. ഈ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്നവരിലാരെങ്കിലും ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് കൂടെ ചെയ്തേക്കണേ. ഇനി ഇവിടെ നേരത്തെ വറുത്ത് മാറ്റി വെച്ചിരുന്ന കാഷ്യൂ നട്ട്സും ഉണക്ക മുന്തിരിയും കൂടെ ഇട്ട് കൊടുക്കാം. അങ്ങനെ നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു ചേന പായസം ഇവിടെ റെഡി ആയിട്ടുണ്ട്. പിന്നെ ഒരു പ്രത്യേകത എന്താണെന്ന് പറഞ്ഞാൽ ഈ ചേന പായസം ചൂടോടെ കഴിക്കുവാനാണ് ഏറ്റവും നന്നായിരിക്കുക. തണുക്കും തോറും എന്ന് പറഞ്ഞാൽ ഏകദേശം ഒരു 2-3 മണിക്കൂർ അല്ലെങ്കിൽ 3-4 മണിക്കൂർ കഴിയുമ്പോഴത്തേക്ക് അതിൻ്റെ ടേസ്റ്റിന് വ്യത്യാസമുണ്ടാവും. പുതിയൊരു വീഡിയോയുമായി വീണ്ടും വരാം. ബൈ. Thanks for watching.